പശ്ചിമേഷ്യയിലെ സംഘർഷം കണക്കിലെടുത്ത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള അന്താരാഷ്ട്ര സർവീസുകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ, വ്യോമയാന മന്ത്രാലയം എന്നിവയോട് റിപ്പോർട്ട് തേടുമെന്ന് പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് അറിയിച്ചു. സയൻസ് പാർക്ക് ഹാളിൽ നടത്തിയ പ്രവാസി കമ്മീഷൻ അദാലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ്. നിലവിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുന്നതിനാൽ കണ്ണൂരും സമീപ ജില്ലകളിലുമുള്ള പ്രവാസികൾക്ക് നാട്ടിൽ എത്തുന്നതിനും തിരികെ പോകുന്നതിനും വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഇത് പ്രവാസികളുടെ അവകാശം നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു. ഇത് സംബന്ധിച്ച് വിശദമായി പഠിച്ച ശേഷം നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിനും കേന്ദ്ര സർക്കാരിനും കത്ത് നൽകുമെന്നും ജസ്റ്റിസ് സോഫി തോമസ് പറഞ്ഞു. ഒമാനിൽ ജോലി ചെയ്യുന്ന പ്രവാസിയായ കബീർ യൂസഫ് ഇത് സംബന്ധിച്ച് കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അദാലത്തിൽ 109 പരാതികളാണ് പരിഗണിച്ചത്. 33 പുതിയ പരാതികൾ ലഭിച്ചു. 22 പരാതികൾ തീർപ്പാക്കി. ശേഷിക്കുന്ന പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും. കമ്മീഷൻ അംഗങ്ങളായ PM ജാബിർ, MA നയീം, മെമ്പർ സെക്രട്ടറി R ജയറാം കുമാർ എന്നിവരും സിറ്റിംഗിൽ പരാതികൾ പരിഗണിച്ചു. ഇന്നത്തെ അദാലത്തിൽ പ്രത്യേകിച്ചും ഒരു പുതിയ പെറ്റീഷൻ ഞങ്ങൾക്ക് വന്നിട്ടുള്ളതിൽ കണ്ണൂർ എയർപോർട്ട്, ഇപ്പോൾ നമുക്ക് അറിയാം ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കണ്ണൂർ എയർപോർട്ടെങ്കിലും ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒന്നും ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിലേക്ക് വരുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം UAE-ലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊക്കെ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ പലരെയും നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുന്നവരുണ്ട്, എത്രയും വേഗം എത്തേണ്ടവരുണ്ട്. അവർക്കൊക്കെ സ്വന്തം നാട്ടിലേക്കും വീട്ടിലേക്കും എത്രയും വേഗം എത്തിച്ചേരാനുള്ളൊരു മാർഗം ഇപ്പോൾ കണ്ണൂർ ഒത്തിരിയും പ്രവാസി സഹോദരങ്ങളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവർക്കുള്ള ഒരു സൗകര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഏവിയേഷൻ മിനിസ്ട്രിക്കും കേന്ദ്ര ഗവൺമെൻറ്റിനുമൊക്കെ നമ്മൾ ഈ ഫയലൊന്ന് പഠിച്ച് അതിന് പ്രോപ്പറായിട്ടുള്ള റെക്കമെൻഡേഷൻസോട് കൂടിയിട്ട് ഞങ്ങൾ അവർക്ക് നോട്ടീസ് അയക്കുന്നുണ്ട്. അവരുടെ റിപ്ലൈ കിട്ടിയിട്ട് അങ്ങനെ ഒരു സൗകര്യം നമുക്ക് കണ്ണൂർ എയർപോർട്ടിൽ വന്നാൽ കണ്ണൂരും ആ പരിസരത്തുള്ള ആൾക്കാർക്കുമൊക്കെ വളരെയധികം സൗകര്യങ്ങളായിരിക്കും. പ്രത്യേകിച്ചും കണ്ണൂരിൻ്റെ വികസനത്തിന് ഒത്തിരിയേറെ വഴിവെക്കുന്ന ഒരു കാര്യവും കൂടിയായിരിക്കും. അങ്ങനെ ഒരു പരാതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ഫോളോ അപ്പ് ആക്ഷൻ എടുക്കുന്നുണ്ട്. പിന്നെ ഓരോ അദാലത്തിലും പെറ്റീഷൻസും അതിനോടനുബന്ധിച്ച് വരുന്ന പരാതികളുമൊക്കെ ഒരു ഏറെക്കുറെ സമാന സ്വഭാവമുള്ളതാണ്. എല്ലാവരും ഒരു 50-60% ഉള്ളത് അതിനകത്ത് എന്താ പറയുക, ചീറ്റിംഗ് അല്ലെങ്കിൽ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെയാണ്. പിന്നെ ഉള്ളത് അവിടെ മരിച്ചുപോയ ആൾക്കാരുടേത്, പിന്നെ ജോബ് സർവീസ് എൻഡ് ബെനിഫിറ്റ്സ് കിട്ടാതിരിക്കുന്നവർ, പിന്നെ പെൻഷൻ സംബന്ധമായ കുടിശ്ശികകൾ, പിന്നെ നോർക്ക റൂട്ട്സ് വഴി നമുക്ക് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടേണ്ട കേസുകൾ, പിന്നെ അതിർത്തി തർക്കങ്ങൾ, പ്രോപ്പർട്ടി സംബന്ധമായ തർക്കങ്ങൾ, പോലീസ് സംബന്ധമായി പരാതി കൊടുക്കേണ്ട വിഷയങ്ങൾ, പ്രവാസികളെ സംബന്ധിക്കുന്ന എല്ലാത്തരം പരാതികളും ഇപ്പോൾ ഞങ്ങൾക്ക് പ്രവാസി കമ്മീഷൻ്റെ മുമ്പാകെ കിട്ടുന്നുണ്ട്. നല്ല രസമുണ്ട്, സൂപ്പറാണല്ലോ. എന്തോരം കളക്ഷൻസ് ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. ഇനിയുണ്ടോ? ദൈവമേ, ഞാനിതിപ്പോൾ എന്തൊക്കെയാ എടുക്കുക? സിമ്പിളാണ് പക്ഷെ അടിപൊളിയാണ്. ചേച്ചി, ഇതിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടെന്നാണോ പറഞ്ഞത്? ഇതിനെല്ലാം ഡിസ്കൗണ്ട് ഉണ്ട്. ശരിക്കും? എന്നാൽ ഞാനിന്ന് കുറേ വാങ്ങും. ഡിസ്കൗണ്ട് എന്താണെന്നല്ലേ, നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഈ വരുന്ന മാർച്ച് 5 മുതൽ 12 വരെ എക്സ്ക്ലൂസീവ് ഡയമണ്ട് ഫെസ്റ്റ് നടക്കാൻ പോവാണ്. അപ്പോൾ ഫെസ്റ്റിന്റെ ഭാഗമായി ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഇളവ് ലഭിക്കാൻ പോകുന്നത്. മാത്രവുമല്ല, 1 ലക്ഷത്തിന് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്ക് ഒരു ഗോൾഡ് കോയിൻ സമ്മാനം. ഇനി നിങ്ങളുടെ ഫേവറേറ്റ് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആണോ എങ്കിൽ 10,000 രൂപയിൽ താഴെ വരുന്ന ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ഓർണമെന്റ്സിന്റെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ഡയമണ്ട് ഫെസ്റ്റിനോടനുബന്ധിച്ച് പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഡയമണ്ട് സമ്മാനം പടിഞ്ഞാത്തിൽ നിന്നും. സോ ഡേറ്റ് മറക്കണ്ട, മാർച്ച് 5 മുതൽ 12 വരെ. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ്, ചെറുപുഴ, പരപ്പ.